എടാ ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവനും കൂടെ വന്നിട്ട് നമുക്ക് കറങ്ങാൻ പോട്ടെ. അവൻ നേരത്തെ എത്തിക്കുന്നത് കഴിക്കെന്തടാ? എടാ ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ലീവിന് വരുന്നു പറഞ്ഞിട്ട്, അജയ്. കാലത്ത് തന്നെ പോയി അടിച്ചില്ലടാ അമ്മി. നീ പ്രാങ്ക് ഒക്കെ വിട്. എവിടെ അവനെ കാണിക്ക്. ഞാനും കാണിട്ടോ അവനെ. പ്രാങ്കാ? നിന്നെന്താ ഞാൻ പ്രാങ്ക് ചെയ്യണേ? എന്തൊക്കെയാണ് അവൻ പറയുന്നത്? അതെ, ഞാൻ വെള്ളം നട്ടിട്ടു, വിശക്കുന്നു, ഇവനും സമയമായി, പോയി കഴിച്ചിട്ട് വരാം. അതായത് എന്ത് കഴിക്കാം, എവിടെ പോവാ നമുക്ക്? ഇവനാണെങ്കിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബിരിയാണി വേണ്ട, നമുക്ക് പൊറോട്ട. എടാ ഞാൻ നിന്നെ വിളിക്കണം വിചാരിച്ചിരുന്ന രാജന്റെ കടയിൽ നല്ല ഒരു മിനിറ്റ്, ഞാൻ പറയണത് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ട്. എടാ അതല്ല, സുഭാഷ് ഉണ്ടോ നിന്റെ കൂടെ? എടാ സുഭാഷിനെ പറ്റിയാണ്ട ഒരു കാര്യം. എടാ ഇന്ന് കാലത്തൊരു സംഭവം ഉണ്ടായി. കുണമാറ്റം നന്നായത് പാറമേക്ക് വേണ്ടിയാണെങ്കിലും അടപ്രഥമം നന്നായത് എന്റെ വീട്ടിലെ. എന്നൊന്നും പറ ഇവിടെ ആളിരിക്കണ കണ്ണാണല്ലോ നിനക്ക്. അജയടാ, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ വരെ നോർമൽ ആയിരുന്നില്ല. എടാ അവൻ ഇന്നലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അത് എനിക്കും അറിയില്ല. എപ്പോഴും ഇങ്ങനെ തന്നെ ഓരോ ക്ലൈന്റ്. എടാ അവൻ വിളിക്കണടാ, പോണോ? ഞാൻ പൊക്കോ. അവൻ ഏത് രീതിക്കാണോ നിൽക്കുന്നത് ആ രീതിക്കാണോ നിൽക്കട്ടാ. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെ റിയാക്ട് ചെയ്യാൻ നമുക്കറിയില്ല. ശരി ഞാൻ വെക്കാം. വന്നാ അവിടെ വെക്കാൻ പോവാ. ഇവന് പൊറോട്ടയും ബീഫും വേണമെന്നാണ്. അവിടെ പോവാ. അവൻ ഏത് രീതിക്കാണോ നിൽക്കുന്നത് ആ രീതിക്കാണോ നിൽക്കട്ടാ. ഓ നമുക്ക് രാജാട്ടിന്റെ പൊറോട്ട കട പോയാലോ? അതാകുമ്പോ നല്ല അടിപൊളിയായിരിക്കും ബ്രോ. എന്താ പറഞ്ഞു കൊടുക്കടാ. വന്നപ്പോ തൊട്ട് അവനെ കളിയാക്കി വിട്ടിട്ട് അവനാണ് ഫുഡിന് ചെലവ് മൊത്തം എടുക്കുന്നത്. അവനൊരു ഷെയ്ക്കൻഡോ എന്തെങ്കിലുമൊക്കെ നീ കൊടുത്തടാ. നീ ഒന്നും മിണ്ടാണ്ടിരിക്കടാ ബ്രോ. വെൽക്കം ടു പാലക്കാട്. എന്താണ് ഇത്ര നേരം ചെയ്തതൊക്കെ വെറും പ്രാങ്ക്. അവൻ എന്റെ പുറത്താടാ നിൽക്കുന്നത്. ആർക്കടാ അവിടെ കൈ കൊടുത്തോണ്ടിരിക്കുന്നത്? എനിക്കറിയില്ലത്. എടാ നമ്മുടെ മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ആള് കുറച്ചു ദിവസമെങ്കിലും ഓർക്കട്ടെ. എന്താണ് ബ്രോ, സുഖല്ലേ? അതായത് നിങ്ങൾ ആദ്യം കൈ തരും ബ്രോ. ഞങ്ങൾ ഇത്രയേ ഉള്ളൂ, നീ ഇടയിൽ കൂടെ ഒന്നും ഒരുപാട് കളിക്കണ്ടേട്ടാ. സുഭാഷ കളിക്കണ്ടേട്ടാ. കയ്യിൽ പിടിച്ചിരിക്കണടാ. എന്തിനാ കാണിക്കണ ഇവിടെ?